الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فعن حنيدة بن خالد رضي الله عنه عن امرأته عن بعض أزواج النبي صلى الله عليه وسلم قالت كان رسول الله صلى الله عليه وسلم يصوم 9 ذي الحجة ويوم عاشوراء و3 أيام من كل شهر أول اثنين والخميس رواه الإمام أبو داود. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ ദുൽഹജ്ജ് 10-ന്റെ രണ്ടാം പ്രഭാതത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ബറക്കത്തുകൾ ധാരാളമാക്കി തരട്ടെ. പരിശുദ്ധ ഹജ്ജിനായി പുറപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ സ്നേഹിതന്മാരിലെ, പരിചിതരിലെ, നാട്ടുകാരിലെ സഹോദരി സഹോദരന്മാർക്കൊക്കെ അവരോടൊപ്പമുള്ളവർക്കും അള്ളാഹു വലിയ കബൂലുള്ള അമലുകൾ പ്രദാനം ചെയ്യട്ടെ. നമ്മളും ഹാജിമാരും ഒത്തൊരുമിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്ന പുണ്യകർമ്മങ്ങൾ, ഹറമിൽ പോയവർ മക്ക മദീന ഹറമുകളിൽ വെച്ച് നോമ്പെടുക്കും. അവിടങ്ങളിൽ എത്തിയാൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ അതിവിശേഷപ്പെട്ടതാണ് സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ ലോകത്തെവിടെയുമുള്ള മറ്റുള്ള മുസ്ലിമീങ്ങളും ദുൽഹജ്ജ് മുതൽ 1 മുതൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് തിരുനബിയുടെ സുന്നത്തിൽപ്പെട്ടതായിട്ടുള്ള ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തിരുനബിയുടെ ഭാര്യമാരിൽ ഒരാളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. അതിങ്ങനെയാണ്: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂം, തിരുനബി നോമ്പ് നോൽക്കൽ പതിവുണ്ടായിരുന്നു. 9 ദിൽഹിജ്ജ, ദുൽഹജ്ജിന്റെ 9 ദിവസം, 1 മുതൽ തുടങ്ങി അറഫ നോമ്പാകുന്ന 9, ആ 9 വരെ തിരുനബി നോമ്പ് പിടിക്കുന്നത് പതിവുണ്ട്. വയൗമ ആശൂറ, അതേപോലെ മുഹറം വരുമ്പോ മുഹറം 10-ന്റെ നോമ്പ്, അതും പതിവുണ്ട്. വസലാസത്ത അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ, പിന്നെ എല്ലാ മാസത്തിൽ നിന്നും 3 ദിവസം നോമ്പ് നോൽക്കും. അതും തിരുനബിയുടെ പതിവിൽ പെട്ടതാണ്. അപ്പൊ ദുൽഹജ്ജ് 1 മുതൽ 9 വരെയും, പിന്നെ മുഹറം 10-ന്റെ നോമ്പും, പിന്നെ വസലാസത്ത അയ്യാം 3 ദിവസം ഒരു എല്ലാ മാസത്തിലും. അത് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മാസവും ഒരു മാസത്തിൽ ചുരുങ്ങിയത് 3 നോമ്പ് നോൽക്കും. അതാണ് തിരുനബിയുടെ പതിവ്. ഈ 3 നോമ്പ് നോൽക്കുന്നത് ഏത് ദിവസമായിരിക്കും ആ നോൽക്കുക? അതിനൊരു പ്രത്യേക ദിവസം ഉണ്ടോ? അവ്വൽ ഇസ്നൈൻ വൽ ഖമീസ്, മാസത്തിന്റെ ആദ്യം വരുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും. ഒരു മാസം, അറബി മാസം തുടങ്ങിയിട്ട് ആദ്യം വരുന്ന തിങ്കളാഴ്ചയും പിന്നെ വ്യാഴാഴ്ച. അപ്പൊ ആദ്യം വരുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്ന് പറയുമ്പോ തിങ്കളാഴ്ച ഒരു നോമ്പ്, വ്യാഴാഴ്ച ഒരു നോമ്പ്, 2 ആവുന്നുള്ളൂ. മൂന്നാമത്തത് എന്താണ്? അത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ല. ഈ ഹദീസിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? എല്ലാ മാസവും 3 നോമ്പ് നോൽക്കും. അത് ആദ്യത്തെ തിങ്കളും വ്യാഴവും എന്നാ പറയുന്നത്. തിങ്കളും വ്യാഴവും എന്ന് പറഞ്ഞാൽ ഓരോന്നേ ആകുന്നുള്ളൂ. പിന്നെ മൂന്നാമത്തത് ഏതായിരിക്കും? അതൊരു പക്ഷേ തുടർന്ന് വരുന്ന മറ്റേതെങ്കിലും ഒരു വ്യാഴമോ തിങ്കളോ അങ്ങനെ ആവാം. എന്നാൽ ഇതേ ഹദീസിനെ വേറെ ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇസ്നൈനി വ ഖമീസൈൻ എന്ന് കാണുന്നത്. മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ തിങ്കളാഴ്ചയും നോമ്പെടുക്കും, പിന്നെ 2 വ്യാഴാഴ്ചകളും നോമ്പെടുക്കും. അപ്പൊ കറക്റ്റ് എന്തായി? 3 ഇങ്ങനെ ഓരോ മാസത്തിലും 3 നോമ്പ് നോൽക്കുന്ന ഒരു പതിവ് അള്ളാഹുവിന്റെ തിരുദൂതർക്കുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഒരു അടിസ്ഥാന തത്വമുണ്ട്. ഏതൊരു പുണ്യകർമ്മത്തിനും പ്രതിഫലം മിനിമം 10 ആണ്. 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു പുണ്യത്തിന് 10 കൂലി എന്നാണ് പറയാം. അപ്പൊ ഒരു നോമ്പ് ഒരു 10 നോമ്പ് എന്ന് പറയും പോലെയായി. അപ്പൊ 3 നോമ്പ് നോറ്റാൽ എന്തായി? 30 നോമ്പ് എന്നുള്ള സ്ഥാനത്തേക്ക് എത്തും.
അപ്പോ ഒരു മാസത്തിൽ ഓരോ മാസത്തിലും 3 വീതം നോമ്പെടുത്താൽ അതിന്റെ പ്രതിഫലത്തിന്റെ പുണ്യത്തിന്റെ കണക്ക് കൂട്ടിയാൽ എന്തായി? മാസം മുഴുവനുമായി. 3 നോമ്പിനും 30ന്റെ സ്ഥാനം. അപ്പോ ഓരോ മാസവും 3 വീതം വരുമ്പോ എല്ലാ ദിവസവും നോമ്പെടുത്താൽ കിട്ടുന്നത് പോലെയുള്ള, നോമ്പ് നോറ്റാൽ ഉള്ളത് പോലെയുള്ള ഒരു പുണ്യം ചെയ്ത ഒരു മഹത്വം നമുക്ക് ലഭിക്കും. ഇതാണ് തിരുദൂതരുടെ ആ ഒരു ചിട്ടയുടെ ഉള്ളിലുള്ള സൂത്രം എന്ന് മഹാന്മാർ ചിലരൊക്കെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നോമ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിസ്കാരം കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ നിസ്കാരം തക്ബീർ തുടങ്ങി സലാം ചൊല്ലലോട് കൂടിയിട്ട് നിസ്കാരം എന്തായി? അവസാനിച്ചു. അപ്പോഴിപ്പോഴൊക്കെ ആയിട്ടാണ് നിസ്കാരം. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഇബാദത്താണ്. അത് സുബ്ഹി മുതൽ മഗ്രിബ് വരെ എല്ലാ മിനിറ്റുകളും സെക്കൻഡുകളും മണിക്കൂറുകളും പകല് ഫുള്ളായിട്ട് നോമ്പാണല്ലോ. അപ്പൊ അത്രയും ദൈർഘ്യം ഉള്ള ഒരു ഇബാദത്ത് ആണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം ഉണ്ടാവും. കാരണം എല്ലാ സെക്കൻഡ് ഇവൻ ഇബാദത്ത് എടുത്തുകൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ്. എന്ന് മാത്രമല്ല, മഹാന്മാരാകുന്ന അംബിയാ മുർസലീങ്ങൾ അവരൊക്കെയും അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഇബാദത്ത് കൂടിയിട്ടാണ് നോമ്പ് എന്ന് പറയുന്നത്. പൂർവകാല വേദക്കാർ നോമ്പ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള ഡിമാൻഡായിരുന്നു നോമ്പ് നോൽക്കണം എന്ന് പറയുന്നത്. 30 നോമ്പ് നോൽക്കാനേ പറഞ്ഞിരുന്നു. പിന്നെ 10 കൂടി കൂട്ടണമെന്നോ. അങ്ങനെ 40 നോമ്പ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് കൊടുത്തത്. ആ 10 നോമ്പ് ഏതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 30 നോമ്പ് കഴിഞ്ഞിട്ട് ഒരു 10 നോമ്പും കൂടി വേണം എന്ന് പറഞ്ഞ ആ നോമ്പ് മൂസാ നബി അനുഷ്ഠിച്ചിട്ടുള്ളത് ആ വർഷത്തിലെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 നോമ്പായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ. അപ്പോ മൂസാ അലൈഹിസ്സലാം വരെ നോമ്പനുഷ്ഠിച്ച ദിവസമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ എന്നുള്ളൊരു പാഠവും കൂടി നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിയുന്ന ആളുകളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും ഈ വന്നണഞ്ഞ 10 ദിവസവും പകലും രാവും ഒക്കെ എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ അള്ളാഹുവിന് കൂടുതലായി ചെയ്യാനും പടച്ച റബ്ബിലേക്ക് മനസ്സുകൊണ്ട് നന്നായി മുന്നിടാനും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖാക്കട്ടെ. എല്ലാവരെയും അള്ളാഹു തആല നമ്മളെല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെയും അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മൾ വിചാരിച്ച വിഷയങ്ങളിലൊക്കെ വിചാരിച്ചതിലപ്പുറം വിജയം തന്നു അള്ളാഹു നമ്മോടൊപ്പം നിലനിൽക്കട്ടെ. അള്ളാഹു തആല എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.